എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. സാധാരണ ക്രിസ്മസിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറാണ്. ഇപ്രാവശ്യം നമ്മൾ തന്നെ സ്വയം സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അല്ല, നമ്മള് അതിലും വ്യത്യസ്തമായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ. അപ്പൊ ഇങ്ങനെയാവോ എന്നുള്ളത് നമുക്ക് നമുക്ക് പണിയെടുത്താലോ? പണിയെടുക്കും. ഞാൻ പണിയെടുക്കാം. ആ പണിയല്ല ഈ പണി. ഇത് നമ്മളെ മറ്റേ ചോപ്പറിലിട്ട് ചോപ്പിയാണെങ്കിൽ വേഗം കഴിയും. നമുക്ക് കുറച്ച് പണിയെടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഒരു പണിയില്ലാത്ത കുറെ കഷ്ടപ്പെട്ട് കഴിക്കുമ്പോഴല്ലേ നല്ല സ്വാദുണ്ടാവും. ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കണേ, ഫുൾ ഉടായി പിന്നെ വരാനുള്ള ഞാൻ ആക്കിയത് ഓളാക്കിയത് വേറെ എടുക്കണം. പിന്നെ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി വെക്കാം. നമുക്ക് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ സെറ്റിലാവാണ്. ഓക്കെ, അപ്പം നമുക്ക് 2 kg ക്യാരറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള 400 ഗ്രാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. റീഷേ, എന്നാ നീ ഇത് സെറ്റ് ആക്കി വരുമ്പോഴത്തേക്ക് അവരെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തായി നോക്കിട്ട് വരട്ടെ. ഓക്കെ, പോയി വരും. എന്തായി? നമുക്ക് മൈദ 3 കപ്പ് മൈദ എടുക്കാം. ഞാൻ ഇവിടെ പഞ്ചസാര അളക്ക അളന്ന് വെച്ചതാ. 1.5 കപ്പ് പഞ്ചസാര. അത് നമുക്ക് പൊടിച്ചെടുക്കണം. മറ്റേ മുട്ടേൻ്റെ അടുത്ത് ബീറ്റ്. എന്നാ നീ പോയി പൊടിച്ചിട്ട് അപ്പോഴേക്കും ഇവിടെ മൈദ അളന്ന് വെക്കാം. കപ്പ് തെറ്റ പോയി 3 കപ്പ് മൈദ ഇതിലോട്ടിടാം. പിന്നെ ഇനി നമുക്ക് മൈദയിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അടുത്ത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് സിനമൺ പൗഡർ ചേർക്കാം. പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണിത്, അത് ഇട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ചേർക്കാം. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകണേ. അപ്പുറത്ത് ക്യാരമൽ ചെയ്ത നീ എങ്ങനെ വീശി ഇവിടെ എത്തി? അതാണ് മോളെ, ഇവിടെ ഒരുപാട് സ്റ്റൗ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്. അവിടെ ആണെങ്കിൽ ഭയങ്കര തിക്കുന്നിറക്കും, കാറ്റുമില്ല. ഇതാകുമ്പോൾ നമുക്ക് പ്രകൃതി ഭയങ്കര ആസ്വദിച്ചു കാറ്റൊക്കെ കൊണ്ട്. എന്നിട്ട് ക്യാരമലായോ? ഇതായിട്ടുണ്ട്. ഇനി നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് നമുക്ക് 1.25 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മറ്റേ കപ്പ് വേറൊരു യൂസിനായതിനാൽ നമ്മൾ ഈ കപ്പിൽ 2 പ്രാവശ്യം. കപ്പും തിരക്ക് തന്നെയാ? കപ്പും തിരക്കില്ല, എല്ലാവരും തിരക്കില്ല. അപ്പം ഇത് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. 1 കപ്പ് കേക്കിൻ്റെ എല്ലാം ഇരിക്കുന്ന ഇതിനകത്താന്ന് പറഞ്ഞാൽ അവരെന്നെ പേടിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചോട്ടെ. അപ്പോൾ 1 കപ്പായി. 1.25 കപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ 1/4 കപ്പ് കൂടെ വെച്ചു. അതായത് 250, പിന്നെ അതിൻ്റെ ഒരു 1/4 കപ്പ് വേറെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പഞ്ചസാരനെ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്, എന്നിട്ട് അത് പിന്നെയും നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോകാം. ഇനി വെള്ളം പറ്റിക്കണോ? ഇതൊരു കട്ടയായിട്ട് കിടക്കുന്നുണ്ട്, നോക്കട്ടെ. അത് കണ്ടോ, ഇതിനകത്തൊരു കട്ടയായി കിടക്കുന്നു. ഓ, ഇതിനി ഉടയണം. ഇതൊന്ന് മെൽറ്റാവണം. കഷ്ടപ്പാടാ. ഇങ്ങനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പീസ് മേടിച്ച് കഴിക്കുന്നതായിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ 2 കിലോന്റെ ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ജനസംഖ്യ കൂടുതലായതുകൊണ്ടാണ് 2 കിലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 6 മുട്ടയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ മുട്ട എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ഒരുമിച്ച് വയ്ക്കുമ്പോൾ. ഞാൻ ഇവിടെ പിന്നെ ശ്രദ്ധിച്ച് വയ്ക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. കേടായ മുട്ട ഉണ്ടോ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടെടുക്കും.
നമ്മളതെല്ലാം ഒരു ചെറിയ സെറ്റപ്പ് ആയിക്കൊണ്ട് ഒരു ചെറിയ കുഞ്ഞ് ബീറ്റർ. അപ്പൊ നമ്മള് ഇപ്പൊ പഞ്ചസാര പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 1.5 കപ്പ്, 2 കപ്പ് വേണമെങ്കിൽ എടുക്കാം. നമുക്കിവിടെ ഷുഗറുള്ള ആൾക്കാരായതുകൊണ്ട്, പഞ്ചാരന്റെ ആൾക്കാരായതുകൊണ്ട് നമ്മളിവിടെ 1.5 കപ്പ് എടുത്തിട്ടുള്ളൂ. നമുക്കിത് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിച്ചോ, കുഴപ്പമില്ല. നമ്മള് ക്യാരമൽ ചെയ്ത പഞ്ചസാര ലായനി ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അതൊന്ന് നല്ലതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്നത് ഒരേ ഡയറക്ഷനിലായിരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സെയിം ഡയറക്ഷനിൽ തന്നെ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് അത് ഒരേ ഡയറക്ഷനിൽ ചെയ്യാം. മൊത്തം പറയുന്ന കേട്ടിട്ട് കേക്കായിട്ട് എനിക്ക് ചീത്തയായി പോണ്ട. അപ്പൊ നമുക്ക് ഡേറ്റ്സ് ക്യാരറ്റ് മിക്സ് ഇതിനകത്തിട്ട് കൊടുക്കാം അല്ല. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഡേറ്റ്സും ക്യാരറ്റും കുറച്ച് അധികം ഉണ്ടോയെന്നൊരു സംശയമില്ലാതില്ല കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച കാഷ്യൂ, നമ്മൾ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് വെച്ച കാഷ്യൂ കൂടിയിട്ടാൽ സംഭവം സെറ്റായി. റിച്ചായിരിക്കട്ടെ കേക്ക്. കണ്ടാൽ മതി. കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതിന് മേലെ ഡെക്കറേറ്റ് ചെയ്യാം. നന്നായിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും. ഇനി നമുക്കിത് ഇതിൻ്റെ കേക്കിൻ്റെ ട്രേയിലേക്ക് വെച്ചു കൊടുക്കാം. വെയിറ്റ് ഉള്ളതായതുകൊണ്ടേ വരാൻ ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടി ഇതാക്കി പിടിക്കാം. അത് ലാസ്റ്റ് നക്കി തിന്നാം. അതാ ഉദ്ദേശിച്ച്. എന്താടോ ഇതിന്റെ ലഗേജ് മുഴുവൻ അടിയിൽ നിൽക്കുക. കമിഴ്ത്ത് അങ്ങോട്ട് എടുത്തങ്ങിടല്ലേ. വെള്ളം നമുക്ക് സ്വീകരിക്കാം. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു പൂവ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ മറ്റേ പണ്ടേ പൂവ് വരക്കാനാ ഇഷ്ടം. നിന്റെ അമ്മയാണ് ട്രീ വേണം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ഒരാള് സ്റ്റാറാ അതിനെത്തൂല. വീശന്റെ സ്റ്റാറാ. ഇവരുണ്ടാക്കിയിട്ട് ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. ഫോണാണെങ്കിൽ പൂക്കളം ഇട്ടേനെ. അയ്യോ പൂവ് മുങ്ങി തോണ്ടി എടുക്കരുത്. കണ്ണ് അവിടെ ചാരോ കണ്ണിന്റെ ഡെക്കറേഷൻ ആണ് കണ്ണ് വെച്ചത്. രണ്ടര പോലെ എന്റെ സ്റ്റാർ എന്ന് പേര്. അപ്പൊ നമ്മള് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചത് ഇതിനകത്തേക്ക് എടുത്ത് വെക്കാം. കൈമാറിക്കൊടുക്കും. ഡബിൾ ഡെക്കറാ.
നമ്മൾ അടച്ചെടുക്കാണ്. ബാറ്ററി വെച്ചിട്ടുണ്ട്. ആദ്യം 5 മിനിറ്റ് കേക്കാവോ റസ്കാവോ എന്തായാലും നമ്മൾ തിന്നു തീർക്കുന്നു. അപ്പൊ നമ്മള് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 45 മിനിറ്റ് ടൈം ഉണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. കാണാൻ ഓക്കെ വരൂലേ ടാറ്റ പറഞ്ഞ് അതിലോട്ടൊക്കെ പോവോ? കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ റെഡിയായിരുന്നു. പിന്നെ എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. ലുക്ക് വൈസ് ഓക്കെയാണ്. പെർഫെക്റ്റ് ഓക്കെയാണ്. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ കാണാം.